ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ തൊടിയൂറിലാണ്. തൊടിയൂർ എന്ന് പറയുന്നത് ചക്കുവള്ളിയിൽ നിന്ന് പുതിയകാവിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിക്ക് താണ്ട ഇവിടെ ഒരു തൊടിയൂർ ഷാപ്പ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറേ വെള്ളം കയറി കിടക്കുന്നൊരു സ്ഥലം കണ്ടു. അത് പുഞ്ചപ്പാടമാണ്. പുഞ്ചപ്പാടം ഫുള്ള് മഴവെള്ളം കയറി അങ്ങനെ അത് നിറഞ്ഞിട്ടൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ എങ്ങനെയാണ് സെറ്റപ്പ് എന്ന്. അപ്പോൾ ഫുഡും കഴിക്കണമായിരുന്നു. അപ്പോൾ ഷാപ്പ് കണ്ടു. അപ്പോൾ ഷാപ്പിലോട്ടൊന്ന് കയറി ഫുഡൊക്കെ കഴിച്ച് പോകാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ചെറിയൊരു റബ്ബറും തോട്ടം കണ്ടു. അപ്പോൾ ഈ സൈഡിൽ കുറേ ആൾക്കാർ ഇന്ന് മീൻ പിടിക്കുന്നേ കണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഇറങ്ങി നോക്കിയതാണ്. അപ്പം ഈ സൈഡിൽ ഫുള്ള് വെള്ളം കിടക്കുകയാണ്. കണ്ടോ, ഈ മഴവെള്ളം കയറി ഈ പുഞ്ചപ്പാടം ഫുള്ള് വെള്ളം കയറി കായൽ പോലായി. അങ്ങനെ ഇവിടെ നിന്ന് കുറേ നേരം ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ച് മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടില്ലേ ചെറിയൊരു കെട്ടിടം അതിൻ്റെ നടുക്ക് അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. അവിടെ ചെറിയൊരു ഷെഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ നടുക്ക് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമേ വീഡിയോയിൽ ആദ്യമേ കാണിക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ആ സ്ഥലത്തോട്ട് പോയതാണ്. പക്ഷേ ഞങ്ങൾ പെട്ടുപോയി ഗൈസ്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് തിരിച്ച് വന്ന് ദാണ്ട ഈ പശുവിനെയൊക്കെ കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങൾ കുറേ നേരമൊക്കെ നിന്നു. നല്ല തണുപ്പായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഷാപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് കുറച്ച് എന്തായാലും നമുക്ക് ആ വയലിൻ്റെ അങ്ങേ സൈഡിലോട്ടൊന്ന് പോകാൻ വേണ്ടി ഒന്ന് നോക്കിയതാണ്. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ കുറച്ച് വയലിൻ്റെ അങ്ങേ സ്ഥലത്തോട്ടൊന്ന് പോകാൻ വേണ്ടി ഒരുങ്ങി. അങ്ങനെ കുറച്ച് മുന്നോട്ട് നമ്മൾ ഫുള്ള് റബ്ബർ കാടായി. കണ്ടില്ലേ, ഈ ഒരു സൈഡ് ഫുള്ള് റബ്ബർ കാടാണ്, വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇനി എന്തായാലും കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി എങ്ങോട്ട് എത്താൻ പറ്റും എന്നൊന്നും അറിയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നേരെ ഷാപ്പിൻ്റെ ആ ഒരു സൈഡിലോട്ട് വന്നു. അവിടെ ഫുള്ള് വെള്ളം കയറി കിടക്കുകയാണ്. അങ്ങനെ അതുകൊണ്ട് പിന്നെ ഷാപ്പിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ വന്ന് അങ്ങനെ നോക്കിയപ്പോൾ ഷാപ്പിൻ്റെ ഫ്രണ്ട് ഫുള്ള് വെള്ളമാണ്. കണ്ടില്ലേ, ഇതിനകത്തോട്ട് കയറാൻ പറ്റില്ല, ആ രീതിയിൽ ഫുള്ള് വെള്ളം. ആ ചെറിയ ഷെഡാണ് കണ്ടില്ലേ, ആ ഷെഡ് ഫുള്ള് വെള്ളം കയറി കിടക്കുക. അതിനകത്ത് പിള്ളേരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രൈവസി പ്രശ്നം ഉണ്ടാവായിരിക്കും. നമ്മൾ പിന്നെ തിരിച്ചു പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു സ്ഥലമുണ്ട്, അകത്ത് സ്ഥലമുണ്ട്. അങ്ങനെ ഈ കട്ടയൊക്കെ കൂടെ ഈ കട്ട ഉണ്ടല്ലോ, ഈ കട്ട ചവിട്ടി മുന്നോട്ട് വേണം പോകാൻ. അങ്ങനെ ചവിട്ടി മുന്നോട്ട് നിന്നപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ് ഫുള്ള് വെള്ളം കിടക്കുക. അതിനാണ് അവർ കട്ട ഇട്ടേക്കുന്നത്. ആ കട്ട ഈ ചവിട്ടി വേണം ഓരോ ക്യാബിനൊക്കെ കെട്ടി വെച്ചിരിക്കുന്നുണ്ടല്ലേ, ആ ക്യാബിനകത്തോട്ട് പോകാൻ. അങ്ങനെ ഷാപ്പിൻ്റെ അകത്ത് കയറി. ഷാപ്പിൻ്റെ അകത്ത് നോക്കിയപ്പോൾ അതിനെക്കാട്ടിയും വെള്ളം. അപ്പോൾ ആ ഒരു ബാക്ക് സൈഡിൽ പുഞ്ച ഉണ്ടില്ലേ, ആ പുഞ്ചപ്പാടം നിറയെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. അതിനകത്ത് മീനൊക്കെ ഉണ്ട്, കുറേ മീനുണ്ട്. അപ്പം അതിനകത്തെ ആ വെള്ളമാണ് ഈ ഷാപ്പിലകത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷാപ്പിൻ്റെ ബാക്കിലെത്തി. അപ്പോൾ ഭയങ്കര വൈബ് തോന്നി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷാപ്പ് കണ്ടത്. സംഭവം ഈ കുട്ടനാടൊക്കെ പോയിട്ടുണ്ടെങ്കിലും കുട്ടനാടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് കൊല്ലം ജില്ലയിൽ ഇങ്ങനൊരു സെറ്റപ്പുള്ള സ്ഥലം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ വെള്ളമൊക്കെ കയറി അതിൻ്റെ ബാക്ക് സൈഡിൽ ഷാപ്പിനകത്ത് അങ്ങനെ ഹോട്ടലിനകത്തൊക്കെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന ഒരു സെറ്റപ്പ് നമ്മളിത് ആദ്യമായിട്ടാണ് കണ്ടത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഇതൊരു കുട്ടനാട് സൈഡാണെന്നേ വിചാരിക്കത്തുള്ളൂ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ഷാപ്പിനകത്ത് കയറി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ പുള്ളി വന്ന് വൃത്തിയൊക്കെ ആക്കി. അങ്ങനെ സൈഡിൽ ഇരിക്കുകയാണ്, ഷാപ്പിൻ്റെ ബാക്കിൽ ഇരിക്കുകയാണ്. അപ്പോൾ താഴെ ഫുള്ള് വെള്ളമാണ്, നമ്മളെ കാൽപാദം ഫുള്ള് വെള്ളത്തിന് മുങ്ങിയിരിക്കുക. അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് 2 കുടം കള്ള് മേടിച്ചു. ഇത് നാടൻ കള്ളാണെന്നാണ് അവർ പറഞ്ഞത്. നാടൻ കള്ളും പാലക്കാടൻ കള്ളും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു നാടൻ കള്ള്. അത്യാവശ്യം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാം, നല്ല ഇഷ്ടപ്പെട്ടു, വലിയ കുഴപ്പം തോന്നിയില്ല. പിന്നെ 2 ചീനി മേടിച്ചു, 2 ബീഫ് ഫ്രൈ മേടിച്ചു. അതിൻ്റെ കൂടെ നമുക്ക് അല്ലാത്തൊരു ചെറിയ പ്ലേറ്റിനകത്ത് ബീഫ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ മഴ പെയ്തുകൊണ്ടല്ലേ, നല്ല ഭയങ്കര മഴ, നല്ല വൈബ് പിടിച്ച ഒരു കാലാവസ്ഥയായിരുന്നു. ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാനും അങ്ങനെയൊക്കെയുള്ള പറ്റിയ കാലാവസ്ഥയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ പിന്നെ വേനൽ സമയത്തൊക്കെ വരുവാണെങ്കിൽ ഈ വൈബ് കിട്ടില്ല. ഇവിടെ എല്ലാം വെള്ളം കുറയും, ഷാപ്പിനകത്ത് വെള്ളമൊന്നും കാണില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ഞങ്ങൾ ഉടനെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വൈബുള്ള കടയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.